തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ ക്ലാസ്സിനായി ഏവർക്കും സ്വാഗതം. വെളിപ്പാട് പുസ്തകം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 1-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. 1-ാം അധ്യായത്തിൽ ഭൂമിയെ ന്യായം വിധിക്കേണ്ടതിന് കർത്താവ് തൻ്റെ മഹത്വത്തോടെ ഒരുങ്ങി നിൽക്കുന്നു. 2-3 അധ്യായങ്ങളിൽ ന്യായം വിധിക്കുവാനുള്ള സമയം അടുത്തിരിക്കാൻ സഭയെ ഒരുങ്ങിക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നു. 4-ാം അധ്യായത്തിൽ ഒരുക്കപ്പെട്ട സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം. സഭ സ്വർഗത്തിൽ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇവിടെ അനന്തരം എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നത്. അതായത് സഭായുഗം തീർന്നതിനെ തുടർന്ന് എന്നാണ് ഈ അനന്തരം എന്ന് അതിനോട് 3-ാം അധ്യായത്തിനോട് ചേർന്ന് 4-ാം അധ്യായം തുടങ്ങുന്നത് അനന്തരം എന്ന വാക്കിലൂടെയാണ്. സഭായുഗം തീർന്നതിനെ തുടർന്ന് ഇവിടെ കയറി വരിക എന്ന് ദൈവം കൽപ്പിക്കുന്നു. മേലാൽ സംഭവിപ്പാനുള്ളതായ ഈ കാഹളനാദം കേട്ട് സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യോഹന്നാൻ കയറി ചെല്ലുകയും സഭയെ കൊണ്ട് ചെല്ലുന്നിടത്തെല്ലാം യോഹന്നാനെ ആത്മാവിൽ പ്രദർശിപ്പിക്കുകയുമാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് 1845 പ്രാവശ്യം ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ 50 പ്രാവശ്യം ഈ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ സഭ രാജകീയ മതം ആയത് മുതൽ ഈ പ്രത്യാശ നശിച്ചു. എങ്കിലും പിന്മഴയുടെ ആരംഭമായി ഈ പ്രത്യാശ 19-ാം നൂറ്റാണ്ടോടുകൂടി വീണ്ടും ഉണ്ടായി. യേശുവിൻ്റെ മടങ്ങിവരവെന്നത് സഭയുടെ പ്രത്യാശയാണ്. ഫിലിപ്പിയർ 3:20. അത് യേശുവിൻ്റെ വാഗ്ദത്തമാണ്. യോഹന്നാൻ 14:3. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് കർത്താവ് തന്നിട്ട് പോയ വാഗ്ദാനമാണ്. അത് ദൂതന്മാർ പ്രസ്താവിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1:11. അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. അപ്പോസ്തലന്മാർ പറഞ്ഞു 1 തെസ്സലോനിയ 4:16. അവൻ വീണ്ടും വരികയും നാം മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചു പറഞ്ഞു. യൂദ 14. ഇതാ അവൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. എബ്രായർ 9:28. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇവിടെ ശ്രദ്ധിക്കണമേ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, അതായത് സഭയുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു എപ്പോൾ വരും? മത്തായി 24-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്നു, നനച്ചിരിക്കാത്ത നാളിൽ വരും, അതിനാൽ ഒരുങ്ങിയിരിപ്പീൻ. യേശു എവിടെ വരും? 1 തെസ്സലോനിയ 4:16 പറയുന്നു, സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിൽ വരും. എങ്ങനെ വരും? 1 തെസ്സലോനിയ 4:16-17. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരും. ഇവിടെ 3 ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. 1 ഗംഭീരനാദം, 2 പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, 3 ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ. കർത്താവ് ഗംഭീരനാദം മുഴക്കുന്നത് എന്തിന്? 2 കൂട്ടർ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടേണ്ടതുണ്ട്. 1 മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കണം. 2 ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കണം. എൻ്റെ ജനമേ, ഇവിടെ കയറി വരിക, ക്രോധം കഴിയുവോളം അല്പകാലം ഒളിച്ചിരിക്കുക. യെശയ്യാ 26:19. ഇതാണ് കർത്താവിൻ്റെ ഗംഭീരനാദം. 2-ാമത്തെ ശബ്ദം പ്രധാന ദൂതൻ്റെ ശബ്ദം. ഈ ശബ്ദം എന്തിനാണ് കേൾപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാർ മധ്യാകാശത്തേക്ക് യാത്ര തുടരുന്നു. ഇത് കണ്ടിട്ട് സാത്താൻ അവരെ മാർഗതടസ്സം ചെയ്യുകയാണ്, മോശയുടെ ആത്മാവിനെ തടുത്തതുപോലെ. ഉടനെ പ്രധാന ദൂതനായ മീഖായേൽ കടന്നു വന്ന് അവനെ ഭത്സിക്കുന്നു. ആ ശബ്ദമാണ് ഈ പ്രധാന ദൂതൻ്റെ ശബ്ദം ഇവിടെ ഉണ്ടാകുന്നത്. 3 ദൈവത്തിൻ്റെ കാഹളം. ഈ കാഹളം മുഴക്കുന്നത് എന്തിന്?
ഇസ്രായേൽ ജനം തങ്ങളുടെ ഉത്സവങ്ങൾക്കായി സമാഗമന കൂടാരത്തിലേക്ക് തങ്ങളുടെ പാളയത്തിൽ നിന്നും പുറപ്പെടുവാൻ 3 കാഹളങ്ങൾ മുഴക്കാറുണ്ട്. 1-ാം കാഹളത്തിൽ അവർ ഒരുങ്ങണം. 2-ാം കാഹളത്തിൽ പുറപ്പെടുവാൻ പാളയത്തിന് പുറത്തു വരണം. 3-ാം കാഹള ശബ്ദം കേട്ട ഉടൻ പുറപ്പെടണം. അതുപോലെ മധ്യാകാശത്തേക്ക് പുറപ്പെടുവാൻ ദൈവം കാഹളം മുഴക്കുന്ന ശബ്ദം കേട്ട ഉടൻ അതിൻ്റെ താളത്തിനൊത്തവണ്ണം വിശുദ്ധന്മാർ മാർച്ച് ചെയ്ത് നമ്മെ എതിരേൽപ്പാൻ നിൽക്കുന്ന പ്രിയൻ്റെ അടുത്തേക്ക് പുറപ്പെടുവാൻ ഈ കാഹളനാദം മുഴക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം അവരോടൊരുമിച്ച് തേജസ്കരിക്കപ്പെട്ട് മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്യുമെന്ന് തെസ്സലോനിയർ 4:16. ഈ സംഭവമാണ് സഭായുഗം തീർന്ന ഉടൻ 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ കയറി വരിക എന്ന കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ യോഹന്നാൻ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആത്മാവിൽ കയറി ചെല്ലുകയാണ്. അതായത് മേലാൽ സംഭവിക്കാനുള്ളതാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ മേലാൽ സഭയുടെ കയറി ചെല്ലുന്ന വിധമൊക്കെ യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ്. ആത്മാവിൽ അവൻ കയറി ചെല്ലുന്നു. അവൻ കർത്താവോടൊത്ത് സഭ പോകേണ്ടതായ സ്ഥലത്തെല്ലാം ആത്മാവിൽ യോഹന്നാനെ കൊണ്ടുചെന്ന് പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമായ അദൃശ്യ സഭ ഈ കാഹളനാദത്തിങ്കൽ സ്വർഗത്തേക്ക് എടുക്കപ്പെടുകയും നാമധേയ ക്രൈസ്തവ സഭ തള്ളപ്പെടുകയും തുടർന്ന് അധർമ്മമൂർത്തി വെളിപ്പെടുകയും മഹോപദ്രവകാലം തുടങ്ങുകയും ചെയ്യുന്നതാണ്. മഹോപദ്രവകാലം യാക്കോബിൻ്റെ കഷ്ടകാലമാണ്. അത് ഭൂതലത്ത് എങ്ങുമുള്ള ശേഷം ജനങ്ങളും അനുഭവിക്കേണ്ടി വരും. ഇരമ്യാവ് 30:7, വെളിപ്പാട് 3:19. കാരണം ഈ 2 കൂട്ടരും യേശുവിനെ കൈക്കൊള്ളാത്തവരാണ്. യേശുക്രിസ്തു രക്ഷകനാണെന്ന് അവർക്ക് മനസ്സിലാകേണ്ടതിന് ഇക്കൂട്ടരെ പീഡാകാലത്തിലൂടെ കടത്തിവിടുന്നു. ഇതിൽ ജാതികൾക്കുള്ള രക്ഷാകാലം കൃപായുഗത്തിൻ്റെ അവസാനത്തോടെ ഈ രക്ഷയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞു. ഇനി യാക്കോബിൻ്റെ സന്തതികളായ ഇസ്രായേൽ ജനം യേശുവിനെ മിശിഹായായി അംഗീകരിക്കേണ്ടതിനായി ാണ് ഈ മഹോപദ്രവകാലത്തിലൂടെ ഇവരെ കടത്തിവിടുന്നത്. തള്ളപ്പെട്ട നാമധേയ വിശ്വാസികൾ ഈ രക്ഷ പ്രാപിക്കണമെങ്കിൽ വലിയ വിലയായി ജീവൻ തന്നെ കൊടുത്ത് രക്തസാക്ഷിയാകേണ്ടി വരും. അങ്ങനെ രക്ഷ പ്രാപിക്കുന്നവർ യഹൂദന്മാർ മാത്രമായിരിക്കും. കാരണം മറ്റെല്ലാ ജനങ്ങളും എതിർ ക്രിസ്തുവിനോട് ചേർന്ന് അവനെ നമസ്കരിക്കുന്നവരായി തീർന്നിരിക്കും. വെളിപ്പാട് 13:8. ആയതിനാൽ ക്രിസ്തുവിൻ്റെ വരവിൽ തള്ളപ്പെടുന്നവർക്ക് പിന്നെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ദൈവസഭ പീഡകാലത്തിലൂടെ കടന്നു പോകുമെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഭ പീഡകാലത്തിലൂടെ കടന്നു പോകുകയില്ല എന്ന് വേദപുസ്തകാടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും. അതിനുള്ള തെളിവുകൾ ഞാൻ താഴോട്ട് പറയുകയാണ്. ക്രിസ്തുവിനെ രക്ഷകനായി കൈക്കൊള്ളാതെ തള്ളിക്കളഞ്ഞ യാക്കോബിൻ്റെ സന്തതികളായ ഇസ്രായേൽ ജനം ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടതിനാണ് അവർക്ക് ഈ കഷ്ടകാലം നിയമിച്ചിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ ജാതികൾ അനുഭവിക്കേണ്ടി വരും. 1 തെസ്സലോനിയർ 1:7, 1:9 ഇവിടെ പറയുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. എന്നാൽ ദൈവസഭ യാതൊരു ന്യൂനതയുമില്ലാത്ത നിഷ്കളങ്കയായ മണവാട്ടിയാണ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചവളാണ്. വിശ്വാസത്തെ മുറുകെ പിടിച്ചവളാണ്. ക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണ്. യേശുവിനെ തൻ്റെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വായി തുറന്ന് പ്രസ്താവിച്ച് അവൻ്റെ വരവിനെ മാത്രം നോക്കിയിരിക്കുന്നവളാണ്. അവളെ ഉപദ്രവിക്കുവാൻ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട കാര്യമെന്ത്? അവളെ ചെന്നായ്ക്കൾക്ക് തിന്മാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അവളുടെ വസ്ത്രം അലക്കി വെളുപ്പിച്ചിരിക്കുന്നു.
വെളിപ്പാട് 19:8. കറ, ചുളുക്കം, മാലിന്യം, വാട്ടം എന്നീ യാതൊരു ന്യൂനതയുമില്ലാത്ത ശോഭാപരിപൂർണയാണവൾ. അവളെ ചിത്രത്തയ്യലുള്ള വിശേഷവസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. സങ്കീർത്തനം 45:14. 1 തെസ്സലോനി 1:9 പറയുന്നു, വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നു. വരുവാനുള്ള കോപം ഏതാ? മഹോപദ്രവകാലം. ആ മഹോപദ്രവകാലത്ത് വീണു പോകാതെ നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നു. ആ വരവിനെയാണ് 1 തെസ്സലോനി 4:16 പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൈവത്തിൻ്റെ കാഹള ശബ്ദത്തോടും കൂടെ സഭയെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. അടുത്തായി, കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊള്ളും. ലൂക്കോസ് 21:28. അടുത്ത്, ക്രോധത്തിന് മുമ്പ് തന്നെ ദൈവസഭ എടുക്കപ്പെടും. യെശയ്യാവ് 26:19. അടുത്തതായി, ഭൂമിയിൽ വരാനിരിക്കുന്ന പരീക്ഷാകാലത്തിൽ അകപ്പെടാതെ ഞാൻ നിന്നെ കാക്കും. വെളിപ്പാട് 3:8-10. ദൈവത്തിൻ്റെ ന്യായവിധിയായ ജലപ്രളയം ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ ദൈവത്തോട് കൂടെ നടന്ന ഭക്തനായ ഹാനോക്കിനെ ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റി. ഉൽപ്പത്തി 5:23. ജലപ്രളയത്താൽ ദുഷ്ടജനത്തെ നശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്തനായ നോഹയെയും കുടുംബത്തെയും ഒരു പെട്ടകത്തിനുള്ളിലാക്കി ദൈവം മാറ്റി സൂക്ഷിച്ചു. ഉൽപ്പത്തി 6:7-13. സോദോം, ഗോമോറ എന്നീ പട്ടണങ്ങളെ പാപനിമിത്തം അഗ്നിയാൽ നശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്തനായ ലോത്തിനെയും കുടുംബത്തെയും മറ്റൊരു പട്ടണത്തിലേക്ക് മാറ്റി രക്ഷിച്ചു. ലൂക്കോസ് 18:26. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടതും നോഹയെ ഭൂമിയിലെ ന്യായവിധി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പെട്ടകത്തിലാക്കി രക്ഷിച്ചതും വരാനിരിക്കുന്ന മഹോപദ്രവത്തിൽ നിന്നും എടുക്കപ്പെടുന്നവർക്ക് മുൻകുറിയാകുന്നു. കൂടാതെ ക്രിസ്തുവിന് വേണ്ടി സഭയെ ഒരുക്കുവാൻ ഭൂമിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് മാത്രമേ ഭൂമിയിൽ നിന്ന് പോകുകയുള്ളൂ. എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കുവാനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചത്. സഭ ഭൂമിയിലുള്ള കാലത്തോളം പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനു വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കുവാൻ എലിയാസറിനെ അയച്ചു. അവൻ റിബേക്കയെ തിരഞ്ഞെടുത്ത ഉടനെ അവളുടെ സമ്മതപ്രകാരം ആഭരണങ്ങൾ ധരിപ്പിച്ച് ഒരുക്കിയെടുത്തിട്ട് അവളെ ഇവിടെ വിട്ടേച്ച് ഒറ്റയ്ക്ക് അവൻ തിരിച്ച് യജമാൻ്റെ അടുത്ത് പോയില്ല. അവളെ കൂടാതെ തൻ്റെ യജമാൻ്റെ അടുക്കിലേക്ക് അവൻ മടങ്ങിപ്പോയിട്ടില്ല. അവളെയും കൊണ്ട് ഒരുക്കിയെടുത്ത് ആ ഒരുക്കം പൂർത്തിയായി കഴിഞ്ഞ ഉടൻ തന്നെ ബാലയുടെ ആഗ്രഹപ്രകാരം അവളുടെ നല്ല മനസ്സോടുകൂടെ തന്നെ അവളെ കൊണ്ടുപോയി യജമാനനെ ഏൽപ്പിച്ചു. അതുപോലെ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. മണവാട്ടിയെ ഒരുക്കിയെടുത്ത് വിവാഹ സമ്മാനങ്ങളായ കൃപാവരങ്ങളെ കൊണ്ട് അണിയിച്ചൊരുക്കി അവൻ്റെ ദൗത്യം പൂർത്തീകരിച്ച ഉടൻ മണവാട്ടിയെയും കൊണ്ട് അവൻ സ്വർഗത്തേക്ക് മടങ്ങിപ്പോകും. അതിനുശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലില്ല. പരിശുദ്ധാത്മാവും അവൻ വസിക്കുന്ന സഭയും ഭൂമിയിലുള്ള കാലത്തോളം അധർമ്മമൂർത്തിക്ക് ഭൂമിയിൽ വെളിപ്പെടുവാൻ സാധ്യമല്ല. 2 തെസ്സലോനി 2:6-8 ഇപ്രകാരം പറയുന്നു, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നതെന്ത്? അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. സത്യത്തെ വിശ്വസിക്കാത്ത ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്കിൻ്റെ വ്യാപാര ശക്തിയെ അയക്കുന്നു. പോഷ്കിൻ്റെ വ്യാപാര ശക്തി എന്ന് പറയുന്നത് എതിർക്രിസ്തുവാണ്. ആർക്ക് വേണ്ടിയാണ്? സത്യത്തെ വിശ്വസിക്കാത്ത ഏവർക്കും ന്യായവിധി വരുത്തേണ്ടതിനാണ് പോഷ്കിൻ്റെ ആത്മാവിനെ ആ വ്യാപാര ശക്തി അയക്കുക, ഈ അധർമ്മമൂർത്തി അയക്കുന്നത്. അവൻ
പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ള കാലത്തോളം അവന് വെളിപ്പെടുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് പോകണമെങ്കിൽ സഭയം കൊണ്ടേ പോകത്തുള്ളൂ. സഭയം കൊണ്ട് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പിന്നെ ഇല്ല. ആ വഴിയിൽ നിന്ന് അവൻ മാറിപ്പോയി. പിന്നെ അവനെ തടുക്കുവാൻ ഇവിടെ ആരുമില്ല. അഥർവമൂർത്തി അതിനുശേഷം വെളിപ്പെടുകയും ചെയ്യും. അവർ രക്ഷിക്കപ്പെടാത്തവരാകയാൽ തന്നെ അങ്ങനെ ഭവിക്കുമെന്നാണ് പറയുന്നത്. സത്യത്തെ വിശ്വസിക്കാത്ത അവർ രക്ഷിക്കപ്പെടാത്തവരാകയാൽ അങ്ങനെ തന്നെ ഭവിക്കും എന്നാണ് 2 തെസ്സലോനിക്കർ 4:10-12 വരെ വായിക്കുമ്പോൾ കാണുന്നത്. ഈ വചനങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കുമാണ് എതിർ ക്രിസ്തുവിൻ്റെ പീഡകാലമായ മഹോപദ്രവകാലം. ഇതുവരെ തടുക്കുന്നവനായ പരിശുദ്ധാത്മാവ് താൻ അധിവസിക്കുന്ന ദൈവസഭയുമായി ഭൂമിയിൽ നിന്നും മാറിപ്പോയ ശേഷമേ അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ. അവൻ്റെ 7 വർഷ ഭരണം ആ മഹോപദ്രവകാലം ആരംഭിക്കുകയുമുള്ളൂ. പരിശുദ്ധാത്മാവ് സഭയുമായി ഭൂമിയിൽ നിന്നും പോയതിനു ശേഷം പിന്നെ അവനെ കാണുന്നത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ പിതാവിനോട് ചേർന്ന് 7 ദീപങ്ങളായി ജ്വലിച്ച് പ്രകാശിച്ചുകൊണ്ട് ജയാളിയായി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വെളിപ്പാട് 4:5 വാക്യം. അവൻ പിന്നെ സ്വർഗത്തിൽ ആ ദൈവസിംഹാസനത്തിൻ്റെ മുന്നിൽ നിൽക്കണമെങ്കിൽ അവൻ പിന്നെ ഭൂമിയിലില്ല. അവൻ സഭയും കൊണ്ട് പോയിക്കഴിഞ്ഞിട്ട് അവൻ കർത്താവിനെ തൻ്റെ കാന്തയെ ഏൽപ്പിച്ച ശേഷം ആ പിതാവിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ തിരുവചന അടിസ്ഥാനത്തിൻ പ്രകാരം സഭായുഗം തീർന്ന ഉടനെ തന്നെ സഭ മഹോപദ്രവകാലത്തിൽ അകപ്പെടാതെ വണ്ണം മധ്യാകാശത്തേക്ക് മാറ്റപ്പെടുകയും തുടർന്ന് ദൈവം ഭൂമിയെ ന്യായം വിധിക്കേണ്ടതിന് സ്വർഗത്തിൽ ഒരുക്കിയ സിംഹാസനമായ ദൈവീയ കോടതി സ്ഥാപിച്ച് ന്യായവിധിക്കായുള്ള മുദ്രയിടപ്പെട്ട പുസ്തകം അതിന് യോഗ്യനായവനെ ഏൽപ്പിക്കുകയും അവൻ പുസ്തകം ഏറ്റുവാങ്ങി മുദ്രകൾ പൊട്ടിച്ച് തുടങ്ങുകയും ഭൂമിയിൽ ന്യായവിധി ആരംഭിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരുക്കപ്പെട്ട ഒരു സിംഹാസനത്തെയാണ് വെളിപ്പാട് 4:3-11 വരെ നാം കാണുന്നത്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ആമേൻ. ലക്ഷങ്ങളിൽ ഉത്തമനാം എൻ്റെ പ്രിയ മണവാളൻ ലക്ഷണങ്ങൾ തികഞ്ഞുള്ള തൻ്റെ പ്രിയെ കാണാനായി മോക്ഷമാർഗ വാഹനത്തിൽ കോടാകോടി ദൂതരുമായി ഇക്ഷണത്തിൽ വരുന്നീത തുള്ളിച്ചാടി മാനിനെപ്പോൾ നാഥൻ വരവിനായി ഉണർന്നിടുവിൻ. അന്ത്യനാളിൽ വാനിൽ വരും യേശുനാഥൻ വരവിനായി ഉണർന്നിടുവിൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.